നമസ്കാരം. ദാമോദര മേനോൻ സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളെല്ലാം എത്ര പെട്ടെന്നാണ് RSS ലൈനിലേക്ക് മാറി തുടങ്ങിയിരിക്കുന്നു നോക്കണേ. ഇന്നിപ്പോൾ MLA മാരുടെ സത്യപ്രതിജ്ഞ നിയമസഭയിൽ നടന്നു. ആ സത്യപ്രതിജ്ഞയുടെ ഭാഗമായിട്ട് കേരള സർക്കാർ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജുണ്ട്. ആ ഫേസ്ബുക്ക് പേജിൽ ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ചെടുത്ത് പൊടുന്നനെ അതിൻ്റെ ക്യാപ്ഷൻ ശപഥം ആയി മാറുകയാണ്. എന്തായി മാറുകയാണ്? ശപഥം. നിങ്ങൾ ഇതുവരെയെങ്കിലും കേട്ടിട്ടുണ്ടോ സത്യപ്രതിജ്ഞ ശപഥമായി മാറുന്നത്? ശപഥം എന്ന പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. കാര്യം ഇത് സാധാരണഗതിയിൽ ഹിന്ദിയിൽ പറയുന്ന ഒരു വാക്കാണ്, ശപഥം എന്ന് പറയുന്ന വാക്ക്. നമ്മുടെ നാട്ടിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശീലിച്ചെടുത്ത് RSS ലൈനിലേക്ക് കാര്യങ്ങളെല്ലാം എളുപ്പത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് തന്നെ മാറ്റി തുടങ്ങി എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ ഈ കണ്ട സ്ക്രീൻഷോട്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരും, നമ്മൾ ഏതിനെയും കുത്തിത്തിരിപ്പിന് വേണ്ടി പറയുന്നതാണെന്നും. വേണ്ട, നിങ്ങൾക്കൊരു പ്രതികരണം കേൾപ്പിച്ചുതരാം. ഇന്നിപ്പോൾ ഈ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ട് മുന്നോടിയായിട്ട് മനോരമയുടെ മുന്നിൽ മുരളീധരൻ, നമ്മുടെ കഴക്കൂട്ട MLA ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ വിളിച്ചിട്ട് താൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞതിനെ ഹിന്ദിയിലാണ്, എനിക്ക് ഹിന്ദിയൊക്കെ അറിയാമെന്ന് കാണിക്കാൻ വേണ്ടി മനോരമയുടെ മുന്നിലെ ഒരു ഷോയാണ്, ക്യാമറയുടെ മുന്നിൽ നിന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയുമായി ഡിസ്കസ് ചെയ്യുന്നു എന്ന തരത്തിൽ പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് അദ്ദേഹം ഹിന്ദിയിൽ പറയുന്നുണ്ട്. ഒന്ന് കേട്ടെ. ഒരു മിനിറ്റ്. ധർമ്മേന്ദ്രജി നമസ്കാർ, धन्यवाद. आज हम शपथ लेने वाले. अभी 9 बजे यहाँ सदन शुरू होता है 9 बजे. अभी इसके बाद अभी शपथ के बाद मीटिंग है, तब तय हो. ठीक है. हमारा शपथ. ആ ശബ്ദമാണ് നിങ്ങൾ എവിടെയും കണ്ടത്, കേരള ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും കണ്ടത്. എന്തുകൊണ്ടായിരിക്കും BJP-കാരുടെ അതേ ലൈനിൽ തന്നെ ദാമോദര മേനോൻ സതീശൻ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുള്ളത്? ഇത്രയേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയാണ്, ഏറ്റവും കൂടുതൽ എല്ലാം ഉപയോഗിക്കേണ്ടത് മാതൃഭാഷയാണെന്ന് നമ്മൾ പറയുമ്പോൾ ആ ഭാഷയെ കടന്നിട്ട് നേരെ സംഘപരിവാറിൻ്റെ ഭാഷകളിലേക്കൊക്കെ ഉടനടി കാര്യങ്ങൾ തകിടം മറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇപ്പോൾ കഴിയത്തില്ല. കാര്യം ഇത്തരം കാഴ്ചകളൊക്കെ നമ്മൾ ഏതൊരു വിഷയത്തിലും സസൂക്ഷ്മം ശ്രദ്ധിക്കുമ്പോഴാണ് അതിനെക്കുറിച്ചൊക്കെ ഇത്ര പൊടുന്നനെ. കാര്യം നേരത്തെ എല്ലാം നമ്മൾ സത്യപ്രതിജ്ഞ എന്ന് പറഞ്ഞെടുത്ത് സംഘപരിവാറുകാരുടെ അല്ലെങ്കിൽ സവർണ ഭാഷയിലേക്ക് നമ്മൾ എത്ര പെട്ടെന്നാണ് ഈ ദാമോദര മേനോൻ സതീശൻ കൊണ്ടുപോകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയായിട്ടാണ് എനിക്കിതിനെ തോന്നിയത്. നിങ്ങൾക്കല്ല എന്ന് തോന്നുന്നു. കാര്യം എന്തും വീട്ടുമുറ്റത്ത് എത്തിയതിന് ശേഷം തിരിച്ചറിയുന്നവർക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ കടന്നു വരുന്നത്, നമ്മൾ വന്ദേമാതരം ഫുൾ പാടുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ കണ്ടതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ദാമോദര മേനോൻ സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം എന്തായിരുന്നു? എനിക്കിത് അറിയില്ലായിരുന്നു. ഒരു സാമാന്യ ലോജിക്കുള്ള ലീഗന്മാർക്കോ അല്ലെങ്കിൽ മൗദൂദികൾക്ക് ചിന്തിക്കാവുന്നത്, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ ഈ സംഭവം നടന്നു, ഇതേ രാജേന്ദ്ര ആർലേക്കറാണ് അവിടെയും സത്യവാചകം ചൊല്ലിക്കൊടുത്തത്, അവിടെ നടപ്പാക്കിയ കാര്യം ഇവിടെ വേണ്ട എന്ന് മുൻകൂട്ടി പറയോ? ഇല്ല, പറയില്ല. അത് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇനിയിപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കിയോ, ഗവർണറുടെ പരിപാടിയിലെല്ലാം മറ്റേ ചിത്രം ഉണ്ടല്ലോ, മോഡലിൻ്റെ ചിത്രം, ആ മോഡലിൻ്റെ ചിത്രമൊക്കെ കൊണ്ടുവച്ചാൽ അവിടെ പോയി നിന്ന് ഈ നമ്മുടെ വിനായക ദാമോദരൻ മേനോൻ സതീശൻ പോയി നിന്ന് തൊഴുകുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യം ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരായിരുന്നപ്പോഴാണല്ലോ ഭാരതാംബ ഒരു വിഷയമായിരുന്നത്. അതെല്ലാം ഇനിയിപ്പോൾ അങ്ങ് അനുവദിക്കപ്പെടുകയാണ്. അതെല്ലാം അവിടെ നടപ്പാക്കാൻ വേണ്ടിയുള്ള എല്ലാത്തരം സൗകര്യങ്ങളും ഈ വിനായക ദാമോദരൻ മേനോൻ സതീശൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതിൻ്റെ തെളിവാണ് പൊടുന്നനെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ പോലും ഇങ്ങനെ സംഘപരിവാർ ലൈനിലേക്ക് കാര്യങ്ങൾ മാറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ചകൾ കാണാനിടയാകുന്നത്. ചിലർക്ക് ഇതൊരു സൂചനയാണ്. വേണമെന്നുള്ളവർ മനസ്സിലാക്കിയാൽ മതി. തെറി വിളിക്കുന്നവർക്കും പരിഹസിക്കുന്നവർക്കും അത് തുടരാം, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ചില സൂചനകൾ കണ്ടാൽ സമൂഹത്തിനോട് അത് മുൻകൂട്ടി പറയുക തന്നെ ചെയ്യും.